സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടെ 100-ലധികം പാലങ്ങൾ നിർമ്മിച്ചതായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. പത്തനംതിട്ട സീതത്തോട് പാലവും സീതത്തോട് ഗവി റിവർ എത്നോ ഹബ്ബ് നിർമ്മാണോദ്ഘാടനവും ഓൺലൈനിലൂടെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 5 വർഷം കൊണ്ട് 100 പാലം നിർമ്മിക്കണമെന്ന ലക്ഷ്യമാണ് 3 വർഷത്തിനുള്ളിൽ സാധിച്ചത്. മെയ് 31-ന് മുമ്പ് 150 പാലങ്ങൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. സീതത്തോട് പാലം ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. തണ്ണിത്തോട്, ചിറ്റാർ, ഉറുമ്പിനി, വാലുപാറ റോഡുകൾ കൂടി പൂർത്തിയാകുന്നതോടെ സീതത്തോടിന്റെ മുഖച്ഛായ മാറുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടെ 100-ലധികം പാലങ്ങളാണ് നിർമ്മിച്ചത്. മെയ് 31-ന് മുമ്പ് 150 പാലങ്ങൾ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. സീതത്തോട് പാലവും സീതത്തോട് ഗവി റിവർ എത്നോ ഹബിന്റെ നിർമ്മാണോദ്ഘാടനവും ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നമുക്കറിയാം, റെക്കോർഡ് വേഗത്തിൽ ഒരു പാലം പൂർത്തീകരിക്കപ്പെടുകയാണ്. സ്വപ്നതുല്യമായ വേഗത ഇതിൻ്റെ നിർമ്മാണത്തിൽ കാണാം. 100 ദിവസം കൊണ്ടാണ് ഈ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. നേതൃത്വം നൽകിയിട്ടുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ ജനീഷ് കുമാറാണ്. അതിന് നേതൃത്വം നൽകിയ ജനീഷ് കുമാറിനെയും ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും തൊഴിലാളികളെയും ജനങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഒട്ടേറെ തടസ്സങ്ങൾ ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചവർ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് ഈ പാലം യാഥാർത്ഥ്യമാകുന്നത്. നടക്കില്ല എന്ന് പലരും പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പലരും കരുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഗവൺമെൻറ് ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ ഇടുങ്ങിയ പാലമായിരുന്നു സീതത്തോട് പാലം. അച്ചൻകോവിൽ പ്ലാപ്പള്ളി റോഡ് നിർമ്മാണത്തിന് നേരത്തെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം അനുവദിച്ചിരുന്നു. പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ച് പാലത്തിൻ്റെ നിർമ്മാണം ആദ്യം നടപ്പിലാക്കുവാൻ നിങ്ങളുടെ ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടതനുസരിച്ച് പാലം പ്രവൃത്തി ആദ്യം ആരംഭിച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ശ്രീ ജനീഷ് കുമാറിൻ്റെ ജീവിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് ഈ പഞ്ചായത്ത് നമുക്കറിയാം. പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതോടെ സീതത്തോട് ജംഗ്ഷൻ മികച്ച ഒരു ജംഗ്ഷനായി മാറുകയാണ്. KU ജനീഷ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസിന് സ്വീകരണവും നൽകി. സ്വീകരണ സമ്മേളനോദ്ഘാടനം മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് ഞാനും അഭിനന്ദിക്കുന്നു. പാലത്തിന്റെ കാര്യം എനിക്കും അറിയാം. എനിക്കും ഒരു 3 പതിറ്റാണ്ടിന്റെ ബന്ധം ഈ മേഖലയുമായിട്ടും എല്ലാം ഉണ്ട്. ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ കാലം മുതൽ ഈ സീതത്തോടും ആങ്ങമൂഴിയും എല്ലാം വരികയും പങ്കെടുക്കുകയും പരിപാടികളിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഇന്ന് ശരിക്കും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. സീതത്തോടിൽ ഞാൻ വന്നിട്ട് കുറേ നാളായി കാണും. ഇപ്പോൾ ഇത്രയും ഒരു വലിയ എല്ലാ അർത്ഥത്തിലുമുള്ളൊരു മുന്നേറ്റം സീതത്തോടിനുണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്. അവിടെ ഒരു പാലം, ഈ പാലത്തിന്റെ കഥയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ജനീഷ് നിയമസഭാ സമ്മേളനത്തിനിടയ്ക്ക് പറയും. ഞാനിടയ്ക്ക് ജനീഷിനോട് പറയും, ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് പോയത്. ജനീഷ് ഇത് 2ാം തവണയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കന്നി അയ്യപ്പന്മാരായിട്ടാണ് ഈ പ്രാവശ്യം അങ്ങോട്ട് ചെന്ന് കയറുന്നത്. അപ്പോൾ ജനീഷ് നേരത്തെ MLA ആയി. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ കണക്ക് നോക്കും, ക്യാബിനറ്റിൽ ചിലപ്പോഴെല്ലാം ചില വർക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാറുണ്ട്. അതിൽ വരുന്നതിൽ ഒരു മണ്ഡലം കോന്നിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയും, ക്യാബിനറ്റിൽ അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പറയും, ഇതിൻ്റെയൊക്കെ വിദ്യ എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, മൊത്തം കൂടി ഇപ്പോൾ എത്ര കോടി കിട്ടിയിട്ടുണ്ടാവും എന്ന് ചോദിച്ചു. ഒരു ചിരിയാണ് അന്നേരം ഉള്ളത്. നിങ്ങളോട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ചിരിക്കുകയുള്ളൂ, മറുപടി പറയുകയില്ല. എത്ര കോടി കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ മിണ്ടൂല്ല, ഒറ്റ ചിരി അങ്ങ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മറ്റ് പലയിടങ്ങളിലും ലഭിക്കാത്ത തരത്തിൽ റോഡുകൾക്കും മറ്റുമായി ഈ മണ്ഡലത്തിലേക്ക് പണം എത്തിക്കാൻ അല്ലെങ്കിൽ വികസനം എത്തിക്കാൻ, പുതിയ പാലങ്ങളും റോഡുകളും എത്തിക്കാൻ ജനീഷിനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ജനീഷിനെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തിയായ 170 വീടുകൾക്ക് ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിനായി ജില്ലാ ശുചിത്വ മിഷനും പഞ്ചായത്തും സംയുക്തമായി നൽകുന്ന തുക പ്രസിഡന്റ് PR പ്രമോദ് വിതരണം ചെയ്തു. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നസീമത്ത് ബീവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന മുഹമ്മദ് റാഫി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.